കാസർഗോഡ് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി സലീമും സഹോദരിയും കുറ്റക്കാരെന്ന് കണ്ടെത്തൽ. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കുടക് സ്വദേശി സലീമാണ് കേസിൽ ഒന്നാം പ്രതി. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. 2024 മെയ് 15 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം. കേസിൽ 60 സാക്ഷികളെ ഫാസ്റ്റ് ട്രാക്ക് സെഷൻ കോടതി വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകളടക്കം 117 രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ AP ആസാദാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. 39 ദിവസങ്ങൾക്കകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുഹൈബയാണ് കേസിൽ രണ്ടാം പ്രതി. 2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി നേരിടുന്നുണ്ട്. ഇന്ന് നടന്ന വാദത്തിൽ 1ഉം 2ഉം പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. മാതാപിതാക്കളുടെ പ്രായാധിക്യവും വിവാഹിതനാണെന്നും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചു. ഉറങ്ങിക്കിടന്ന കുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ചും പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്ന് കണക്കാക്കിയും ശിക്ഷ നൽകണമെന്ന് വാദിഭാഗവും വാദിച്ചു. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.